തന്നെയും ടി വി പ്രസാദ് കൂടി ചേരുകയാണ്. പ്രസാദ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിബന്ധനകളെല്ലാം പൂർത്തിയാക്കുകയാണ്. അതിന്റെ അവസാനഘട്ട നടപടികളിലേക്ക് കടക്കുന്നു. നമ്മൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയുമാണ്. അതിനിടയിലാണ് അനാവശ്യമായി ഇത്തരം വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. പക്ഷേ ഈ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിയിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നും തന്നെ പ്രശ്നമില്ല. അതിലൊക്കെ തന്നെയും വ്യക്തത വരികയാണല്ലേ. മെസ്സി ഏതായാലും വരുന്നു എന്നത് തന്നെയാണ് ആരാധകരെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യം. ഇതുവരെയും വരില്ല എന്ന ഒരു സന്ദേശവും എവിടെയും വന്നിട്ടില്ല എന്നുള്ളതാണ് വിനീത ഇതിലൊരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം. കഴിഞ്ഞ കുറേ മാസമായി റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും അതിൻ്റെ MD ആൻഡോ അഗസ്റ്റിനും അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യുകയുമാണ്. പക്ഷേ ഇന്നിൻ്റെ സാഹചര്യത്തിൽ ചില മലയാളത്തിലെ വാർത്താ ചാനലുകൾക്ക് മെസ്സി വരരുത് എന്ന വലിയ നിർബന്ധമുണ്ട് എന്നുള്ളതാണ് ഇത്തരം ചർച്ചകൾ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്നുള്ളതാണ് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വന്ന റേറ്റിംഗോടുകൂടി റിപ്പോർട്ടർ 1-ാം സ്ഥാനത്ത് ആവുകയും അങ്ങനെ ദിവസങ്ങൾ പഴക്കമുള്ള ഒരു ട്വീറ്റ് അത് കേരളത്തിൽ വലിയ വാർത്തയാവുകയും അർജന്റീനിയൻ ഫുട്ബോൾ ടീം ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് വരില്ല എന്ന രീതിയിലുള്ള വാർത്ത ഏഷ്യാനെറ്റും 24ഉം അവരുടെ വലിയ സമയമെടുത്ത് പ്രക്ഷേപണം ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ നേരത്തെ ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞതുപോലെ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനോ അതല്ലെങ്കിൽ കേരള സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ ഭാരത സർക്കാരോ ഒന്നും ഇത് സംബന്ധിച്ചുള്ള ഒരറിയിപ്പും നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. മാത്രമല്ല ഈ വരുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിൽ 2 സ്ലോട്ടുകൾ ഒഴിച്ചിട്ടുണ്ട്. ആ സ്ലോട്ടുകളിൽ എവിടെയെങ്കിലും ലോകത്ത് മറ്റെവിടെയെങ്കിലും കളിക്കും എന്ന ഒരു അനൗൺസ്മെൻറ്റ് ഇതുവരെയും അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല വിനീത, ഇതിൻ്റെ പിന്നണിയിൽ പെട്ടെന്ന് പണം കൊടുത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഫുട്ബോൾ ടീമല്ല അർജന്റീന എന്ന് ഇത് കാര്യങ്ങൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നവർക്ക് പോലും അറിയാൻ പറ്റും. അതിൻ്റെ പിന്നണിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി മുതൽ അവിടുന്ന് മുകളിലോട്ട് രാജ്യത്തിൻ്റെ അനുമതി മുതൽ RBIയുടേത് മുതൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുതൽ ഒരുപാട് കാര്യങ്ങൾ ഒന്നൊന്നായി ചെയ്തിരിക്കുകയാണ്. ഒരു ഔദ്യോഗിക വിശദീകരണവുമില്ലാതെ അർജന്റീനിയൻ ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് വരില്ല എന്ന് പറയുന്നതിന് വേണ്ടി ഏഷ്യാനെറ്റും 24ഉം തയ്യാറാകുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്, ഒരു ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് ഈ വാർത്ത കാണുന്ന ആർക്കും മനസ്സിലാകുന്നത്. വിനീത, ശരി. ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക് കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രതികരണത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രാവിലെ തന്നെ അദ്ദേഹം ഈ വാർത്തകളോട് പ്രതികരിച്ചിരുന്നു. മെസ്സിയെ കേരളത്തിൽ കളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും റിപ്പോർട്ടർ ചാനൽ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ തന്നെ പറഞ്ഞത്. ആവശ്യമായ പണം അക്കൗണ്ടിൽ നിക്ഷേപിച്ച് പേപ്പർ നൽകിയിട്ടുണ്ട്. നിലവിൽ ആശയക്കുഴപ്പമില്ല, മറ്റ് സംശയങ്ങളുടെ ആവശ്യമില്ല. റിപ്പോർട്ടർ ചാനൽ നല്ല രീതിയിൽ ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് മന്ത്രി പ്രതികരിച്ചത്.